കുടുംബശ്രീ ജനകീയ ഹോട്ടലുകൾ അടച്ചുപൂട്ടലിലേക്ക് നീങ്ങുന്നു. സബ്സിഡി അരിയുടെയും പാചകവാതകത്തിന്റെ വിലക്കയറ്റവും കുടുംബശ്രീ ഹോട്ടലുകളെ വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ഇത്തരം ഹോട്ടലുകൾ തുറന്നത്. ഇതാകട്ടെ സാധാരണക്കാർക്ക് വലിയ ആശ്വാസവുമായിരുന്നു. എന്നാൽ ചെലവും വരവും തമ്മിൽ വലിയ അന്തരമാണ് ഇപ്പോഴുള്ളത്. ഇതാകട്ടെ കുടുംബശ്രീ ഹോട്ടലുകളുടെ സാമ്പത്തിക അടിത്തറ തന്നെ തകർത്തിരിക്കുകയാണ്. കോവിഡിന്റെ കാലത്ത് നടപ്പിൽ വരുത്തിയ 20 രൂപയുടെ ഊണാണ് ഇപ്പോൾ ചരിത്രമായി മാറിയിരിക്കുന്നത്. നിലവിൽ 35 രൂപ മുതൽ 40 രൂപ വരെയാണ് ഊണിന്റെ വില. കെട്ടിട വാടക, വെള്ളം, വൈദ്യുതി ചാർജ് ഇവ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകണമെന്നായിരുന്നു വ്യവസ്ഥയെങ്കിലും പല സ്ഥലത്തും ഇത് പാലിക്കപ്പെടുന്നുമില്ല. മറ്റ് ഹോട്ടലുകളിൽ ഊണിന് 60 രൂപ മുതൽ 100 രൂപ വരെ ഈടാക്കുമ്പോൾ കുടുംബശ്രീക്കാർ ചോറും അച്ചാറും വറവും ഉൾപ്പെടെ 2 കൂട്ടം കറികളുമായി 30 മുതൽ 45 വരെ രൂപയ്ക്കാണ് ഊണ് നൽകുന്നത്. ഗവൺമെന്റ് ഭാഗത്ത് നമുക്ക് സബ്സിഡി ഒന്നും കിട്ടുന്നില്ല. 2 കൊല്ലം നമുക്ക് സബ്സിഡി ഒന്നും കിട്ടാതെ തന്നെ അല്ലെങ്കിൽ 10 രൂപ നിരക്കിൽ നമുക്ക് സബ്സിഡിയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. അപ്പം നമുക്ക് നല്ലൊരു വരുമാനം എല്ലാം അന്ന് ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 കൊല്ലമായിട്ട് നമുക്ക് സബ്സിഡി ഒന്ന് 10 രൂപയില്ല മാറ്റി 20 രൂപയുള്ളത് 30 രൂപ ചോറാക്കി മാറ്റി. അത് ഇതിന് ശേഷം ഇപ്പം നമുക്ക് ഏപ്രിൽ നമുക്ക് പെർമിറ്റ് പുതുക്കി കിട്ടുന്നുണ്ട്. കൊല്ലം തോറും പെർമിറ്റ് പുതുക്കുന്നതാണ്. അത് ഇക്കൊല്ലം നമുക്ക് പുതുക്കി ഇതുവരെയായിട്ടും കിട്ടിയില്ല. ഇപ്പോൾ ജൂലൈ മാസമായി. അപ്പോൾ നമുക്കിനി പുറമേ അരി മേടിച്ചിട്ട് 50 രൂപയുടെ അരി മേടിച്ചിട്ട് നമുക്ക് 30 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പം നമുക്ക് കുറച്ച് അരി ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ആഴ്ചയും കൂടെ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് പോകാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൊരു വിഷമത്തിൽ നിൽക്കുവാണ്. പ്രാദേശികമായി കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് വിഭവങ്ങൾ ഉണ്ടാക്കിയാണ് ഇവർ കഷ്ടിച്ച് മുന്നോട്ടു പോകുന്നത്. സപ്ലൈകോ മുഖേന കുറഞ്ഞ നിരക്കിൽ അരിയും മറ്റ് നിത്യോപയോഗ സാധനങ്ങളും ലഭ്യമാക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. ഇത് നൽകുന്നില്ലെങ്കിൽ ഇത്തരം ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്ന കാലം വിദൂരമല്ല. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.